ദീർഘനേരത്തെ യാത്രക്കൊടുവിൽ ബദ്രി ലണ്ടനിൽ അജുവിൻ്റെ അരികിലെത്തി. എയർപോർട്ടിൽ അവനെ സ്വീകരിക്കാൻ അജു നേരത്തെ തന്നെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. എന്നാൽ അജുവിനെ കണ്ടപ്പോൾ തന്നെ അവൻ വലിയൊരു ടെൻഷനിലാണെന്ന് ബദ്രിക്ക് വ്യക്തമായി മനസ്സിലായി. ഇരുവരും എയർപോർട്ടിൽ നിന്ന് അവരുടെ ഫ്ലാറ്റിലേക്ക് പോകുന്ന വഴിയിൽ കാറിലിരുന്ന അജു കാര്യങ്ങൾ വിശദമായി ബദ്രിക്ക് പറഞ്ഞു കൊടുക്കാൻ തുടങ്ങി. ഡാ ബദ്രി, ആരോ നമ്മളെ പിന്നിൽ നിന്ന് കുത്തിയതാണ്. അത് നമ്മുടെ കൂടെയുള്ള നമ്മുടെ കമ്പനിയെക്കുറിച്ച് വ്യക്തമായി അറിയാവുന്ന ആരുമാണ്. ഞാൻ ആ ക്ലയൻറ്റിനോട് നേരിട്ട് കണ്ടപ്പോൾ അവർ പറഞ്ഞത് നമ്മുടെ കമ്പനിയുടെ ലാൻഡ് നമ്പറിൽ നിന്നാണ് അവർക്ക് ആ കോള് പോയതെന്ന്. ഒരു ലേഡിയുടെ വോയിസ് ആയിരുന്നു എന്നും ബദ്രി ഞെട്ടലോടെ പറഞ്ഞു. ലേഡിയോ? നമ്മുടെ ഓഫീസിൽ നിന്നോ? അതെ, ഞാൻ പരമാവധി സംസാരിച്ച ആ ഡീൽ നമുക്ക് തന്നെ തിരികെ തരണമെന്ന് അവരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അവർ സമ്മതിക്കുകയും ചെയ്തു. എങ്കിലും എനിക്കൊരു ചെറിയൊരു പേടി, ഇത് നമ്മുടെ കമ്പനിയുടെ പേരിന് ഒരു നെഗറ്റീവ് ആകുമോ എന്ന്. അതുകൊണ്ടാടാ നീ നേരിട്ട് വരണമെന്ന് ഞാൻ നിർബന്ധിച്ചത്. നീ ഇല്ലാതെ ഈ ഡീല് മാക്സിമം ഞാൻ ശ്രമിച്ചതാണ്. പക്ഷേ അജുവിൻ്റെ വാക്കുകൾ കേട്ടതും ബദ്രിയുടെ കണ്ണുകൾ കടുത്തു. സ്വന്തം ഓഫീസിൽ നിന്ന് തന്നെ തനിക്കെതിരെ കളിച്ച ആ പെൺകുട്ടി ആരായിരിക്കും എന്ന ചോദ്യം അവൻ്റെ ഉള്ളിൽ വലിയൊരു സംശയത്തിൻ്റെ തീജ്വാലായി പടർന്നു. കാറിലിരുന്ന് അജു കോപത്തോടെ സ്റ്റെയറിങ്ങിൽ അമർത്തി പിടിച്ചു. അജു കോപത്തോടെ പറഞ്ഞു, എന്തായാലും ഞാനിത് കണ്ടുപിടിച്ചിട്ടേ അടങ്ങൂ ബദ്രി. നമ്മളെ വിശ്വസിച്ച് കൂടെ നിന്ന് ചതിച്ച ആ ലേഡി ആരാണെന്ന് എനിക്കറിയണം. ബദ്രി കടുത്ത ഗൗരവത്തോടെ അവന് മറുപടി കൊടുത്തു. അതേടാ, അതറിഞ്ഞേ പറ്റൂ. നമുക്ക് നാളെ എപ്പോഴാണ് അവരെ കാണാൻ പോകേണ്ടത്? നാളെ രാവിലെ തന്നെ പോയി കാണാം. അവർ നമ്മളെ കാത്തിരിക്കുകയാണ്. മറുവശത്ത് തൻ്റെ പദ്ധതി കൃത്യലക്ഷ്യം കണ്ടതിൻ്റെ ആഹ്ലാദമായിരുന്നു മിയ. ബദ്രി ലണ്ടനിൽ തിരികെ എത്തിക്കഴിഞ്ഞു എന്ന വാർത്ത അവളിൽ വലിയൊരു വിജയാരവം സൃഷ്ടിച്ചു. അച്ചുവരിൽ നിന്ന് അവനെ അകറ്റി നിർത്താൻ എറിഞ്ഞ കിഴുക്കിൽ കൃത്യമായി വീണതിൽ അവൾ അഭിമാനിച്ചു. പക്ഷേ ഈ സന്തോഷത്തിനും ആവേശത്തിനും അധിക ദിവസത്തെ ആയുസ്സില്ലെന്ന് പാവം മിയ അറിഞ്ഞില്ല. ബദ്രി എയർപോർട്ടിലേക്ക് പോയതോടെ അച്ചുവിൻ്റെ ലോകം ആകെ വിജനതായ പോലെ തോന്നി. അതുവരെ ഉള്ളിൽ ഒതുക്കി വെച്ചിരുന്ന സങ്കടങ്ങൾ അവൾക്ക് പിന്നെ ഒതുക്കി നിർത്താൻ കഴിഞ്ഞില്ല. മകളുടെ ഈ തളർച്ച കണ്ട് ഭവാനി അമ്മ ഓടി വന്ന് അവളെ ചേർത്ത് പിടിച്ചു. എങ്കിലും വിങ്ങിപ്പൊട്ടുന്ന അവളെ എങ്ങനെ ആശ്വസിപ്പിക്കണമെന്ന് ഭവാനി അമ്മക്ക് ഒരു രൂപവും ഉണ്ടായിരുന്നില്ല. അച്ചു ഒരു കൊച്ചുകുട്ടിയെപ്പോലെ ഭവാനി അമ്മയെ ഇറുക്കി പിടിച്ച് അവളുടെ മാറോടണഞ്ഞ് പരാതി പറയാൻ തുടങ്ങി. അച്ചു കണ്ണീരോടെ വിതുമ്പിക്കൊണ്ട് അമ്മയോട് പറഞ്ഞു, അമ്മ, ഇറങ്ങുന്ന നേരത്ത് എന്നെ ഒന്ന് നോക്കുക പോലും ചെയ്തില്ലല്ലോ അമ്മ. എന്നോട് അത്രക്കും വെറുപ്പാണോ അദ്ദേഹത്തിന്? ഞാൻ കാരണം എന്തെങ്കിലും ബുദ്ധിമുട്ടായിട്ടാണോ? അവളുടെ ആ പരാതിയും കണ്ണീരും കേട്ടപ്പോൾ ഭവാനി അമ്മയുടെ ഹൃദയം തകർന്നു പോയി. അവർ അച്ചുവിൻ്റെ മുടിയിഴകളിൽ പതുക്കെ തലോടിക്കൊണ്ട് അവളുടെ കണ്ണുനീർ തുടച്ചു കൊടുത്തു. തൻ്റെ മാറോട് ചേർന്ന് നിന്നൊരു കൊച്ചുകുട്ടിയെ പോലെ വിങ്ങിപ്പൊട്ടുന്ന അച്ചുവിൻ്റെ തലയിൽ വാത്സല്യത്തോടെ തലോടിക്കൊണ്ട് ഭവാനി അമ്മ പറഞ്ഞു, ആരാ മോളെ പറഞ്ഞത് അവൻ നിന്നോട് വെറുപ്പാണെന്ന്? ഞാൻ ശ്രദ്ധിച്ചതാ അവനിലുള്ള ഈ മാറ്റം. ബദ്രി ഇത്രയും സങ്കടത്തോടെ ആദ്യമായിട്ടാണ് മോളെ ഇതുപോലൊരു യാത്ര പോകുന്നത്. അത് ഈ അമ്മയ്ക്ക് വ്യക്തമായി മനസ്സിലാകുന്നുണ്ട്. അമ്മ അച്ചുവിൻ്റെ താടിയിൽ പിടിച്ചുയർത്തി അവളുടെ കണ്ണിൽ തുടച്ചുകൊണ്ട് പുഞ്ചിരിയോടെ തുടർന്നു, നോക്കിക്കോ, അവൻ എവിടെ ചെന്ന് കാര്യങ്ങളൊക്കെ ശരിയാക്കി അവൻ എത്രയും വേഗം ഇങ്ങോട്ട് തിരികെ എത്തും. എൻ്റെ മോൾ ഇനി കരണ്ടത് മതി, എഴുന്നേറ്റ് പോയി മുഖം കഴുകി വാ. അമ്മയുടെ ആശ്വാസവാക്കുകൾ അച്ചുവിൻ്റെ വിതുമ്പുന്ന ഹൃദയത്തിന് വലിയൊരു തണലായി മാറി. അവൾ പതുക്കെ തലയാട്ടി കണ്ണുകൾ തുടച്ചെഴുന്നേറ്റു. മറുവശത്ത് ഫ്ലാറ്റിലിരുന്ന അജുവിനോട് കമ്പനി കാര്യങ്ങൾ ഓരോന്നായി സംസാരിക്കുന്നുണ്ടെങ്കിലും ബദ്രിയുടെ മനസ്സ് മുഴുവനും അച്ചുവിലായിരുന്നു. തൻ്റെ ഈ പെട്ടെന്നുള്ള മടക്കവും ഇറങ്ങുന്ന നേരത്ത് കാണിച്ച ഈ മൗനവും വീണ്ടും പഴയതുപോലെ അവളുടെ മനസ്സിനെ വേദനിപ്പിച്ചിട്ടുണ്ടാകുമോ എന്ന ചിന്ത അവനെ അസ്വസ്ഥമാക്കിക്കൊണ്ടിരുന്നു. തനിക്ക് ഈ ജീവിതത്തിൽ അവൾക്ക് സങ്കടങ്ങൾ മാത്രമാണോ നൽകാൻ കഴിയുന്നതെന്നോർത്തപ്പോൾ അവൻ്റെ ഉള്ളം വലിയൊരു വേവലാതിയോടെ പിടയാൻ തുടങ്ങി. ഒരു തരത്തിലും മനസ്സിന് ആശ്വാസമോ സമാധാനമോ കണ്ടെത്താൻ ബദ്രിക്ക് കഴിയുന്നുണ്ടായിരുന്നില്ല. അവളുടെ സ്നേഹം മനസ്സിലാക്കിയിട്ടും തിരികെ നൽകാൻ തുടങ്ങുമ്പോഴേക്കും ഉണ്ടായ ഈ അകൽച്ച ബദ്രിയുടെ ഉള്ളത്തെ അത്രമേൽ വേവലാതിപ്പെടുത്തിക്കൊണ്ടിരുന്നു. ബദ്രിയിലെ ആ അസ്വസ്ഥതയും ഉള്ളിലെ വിഷമവും അജു വ്യക്തമായി ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. സാധാരണ നാട്ടിൽ പോയി തിരികെ വരുമ്പോഴൊന്നും അവൻ ഇത്രയും വിഷമിക്കാറില്ലല്ലോ. ഇതിപ്പോൾ എന്ത് പറ്റി കാണും? അവൻ്റെ മനസ്സ് മാറി തുടങ്ങിയോ? അച്ചുവിനോട് അവൻ അടുക്കുന്നുണ്ടോ എന്നൊക്കെ അജു മനസ്സിൽ ചിന്തിച്ചു. അവൻ പതുക്കെ ബാൽക്കണിയിൽ തനിച്ചു നിൽക്കുന്ന ബദ്രിയുടെ അടുത്തേക്ക് ചെന്നു. അജു ചിരിയോടെ, ഡാ, ഈ തണുപ്പത്ത് ഇങ്ങനെ നിൽക്കണ്ട, വല്ല പനിയും പിടിക്കും. നീ എന്താ ഇവിടെ ഒരു നിരാശ കാമുകനെ പോലെ നെടുവീർപ്പും വിട്ടു നിൽക്കുന്നത്? അജു തമാശയോടെ രൂപേണ ചോദിച്ചെങ്കിലും ബദ്രി വേഗം തൻ്റെ മുഖംഭാവങ്ങൾ മറച്ചു പിടിച്ചു. ബദ്രി ഗൗരവം നടിച്ചുകൊണ്ട് പറഞ്ഞു, ഒന്ന് പോടാ, ഞാൻ നമ്മുടെ കമ്പനിയിൽ ആരായിരിക്കും നമ്മളെ ചതിച്ചതെന്ന് ആലോചിക്കുകയായിരുന്നു. അവൻ വിഷയം മാറ്റാൻ നോക്കുകയാണെന്ന് അജുവിന് കൃത്യമായി മനസ്സിലായി. അവനെ കൂടുതൽ നിർബന്ധിച്ച് ബുദ്ധിമുട്ടിക്കാൻ നിൽക്കാതെ അജു പതുക്കെ അവൻ്റെ തോളിൽ തട്ടി പറഞ്ഞു, ആ, അതൊക്കെ നമുക്ക് നാളെ ആലോചിക്കാം.
എൻ്റെ മോൻ ഈ തണുപ്പത്ത് നിൽക്കാതെ അകത്തേക്ക് വന്ന് കിടക്കാൻ നോക്ക്. നാളെ നേരത്തെ പോവാനുള്ളതാ. അജു അകത്തേക്ക് നടന്നെങ്കിലും ബദ്രി ആ രാത്രിയിലെ തണുത്ത കാറ്റിലേക്ക് നോക്കി വീണ്ടും ഒരു നിമിഷം നിശ്ചലനായി നിന്നു. അച്ചുവിന് ബദ്രിയുടെ മുറിക്കകത്തേക്ക് പോയി കിടക്കാൻ കഴിയുന്നില്ലായിരുന്നു. അവൻ്റെ ഓർമ്മകളും സുഗന്ധവും നിറഞ്ഞു നിൽക്കുന്ന ആ മുറിയിലേക്ക് കയറാൻ മടിച്ചു. അവൾ വരാന്തയിൽ നിൽക്കുകയായിരുന്നു. അവളുടെ നിൽപ്പ് കണ്ട് ഭവാനിയമ്മ സ്നേഹത്തോടെ വിളിച്ചു പറഞ്ഞു, മോളെ പോയി കിടന്നേ. ഇനി ഓരോന്ന് ആലോചിച്ചാൽ മനസ്സ് വിഷമിപ്പിക്കാതെ. അച്ചു പതുക്കെ ഭവാനിയമ്മയുടെ അടുത്തേക്ക് നടന്നു ചെന്നു. സങ്കടം നിറഞ്ഞ ശബ്ദത്തിൽ അവൾ ചോദിച്ചു, അമ്മ, ഞാൻ അമ്മയോടൊപ്പം കിടന്നോട്ടെ? അത് കേട്ടതും ഭവാനി അമ്മയുടെ ഉള്ളിൽ ഒരു വിങ്ങലുണ്ടായി. പണ്ട് താനും ഈ അവസ്ഥയിലൂടെ എത്രയോ രാവുകൾ കടന്നു പോയതാണെന്ന് ആ അമ്മ ഓർത്തുപോയി. അന്ന് ഇതുപോലെ തന്നെ ചേർത്ത് പിടിക്കാനോ തൻ്റെ അരികിൽ കിടക്കാനോ ആശ്വസിപ്പിക്കാനോ ആരും ഉണ്ടായിരുന്നില്ലല്ലോ എന്നോർത്തപ്പോൾ അവരുടെ കണ്ണുകളും അറിയാതെ നിറഞ്ഞു തുളുമ്പി. ഭവാനിയമ്മ അച്ചുവിനെ ചേർത്തണച്ചുകൊണ്ട് വാത്സല്യത്തോടെ പറഞ്ഞു, എൻ്റെ മോൾ എന്താ ഈ ചോദിക്കുന്നത്? ഇനി മുതൽ ഈ മോൾ മുറിയിൽ തനിച്ചു കിടക്കണ്ട, എൻ്റെ കൂടെ കിടന്നാൽ മതി. അമ്മയുടെ ആ ആശ്വാസവചനങ്ങളിൽ അച്ചുവിൻ്റെ നെഞ്ചിലെ ഭാരം അല്പം ഒന്ന് കുറഞ്ഞു. ഭവാനിയമ്മയുടെ സ്നേഹത്തണലിൽ അവൾ പതുക്കെ കണ്ണുകൾ അടച്ചു. രാവിലെ ബദ്രിയും അജുവും നേരിട്ട് പോയി ക്ലയൻറ്റിനെ കണ്ട് സംസാരിച്ചു. ബിസിനസ്സിലെ തെറ്റിദ്ധാരണകളെല്ലാം മാറ്റി കാര്യങ്ങളൊക്കെ വിജയകരമായി ശരിയാക്കിയ ശേഷം അവർ രണ്ടുപേരും അടുത്തുള്ള ഒരു കഫേയിലേക്ക് പോയി. കുറച്ച് സമയത്തിനുള്ളിൽ മിയയും അങ്ങോട്ടെത്തിയിരുന്നു. അവൾ സന്തോഷത്തോടെ ബദ്രിയോട് സംസാരിക്കാൻ ശ്രമിച്ചെങ്കിലും അവളെ തെല്ലും ശ്രദ്ധിക്കാതെ സ്വന്തം ചിന്തകളിൽ മുഴുകിയിരിക്കുന്ന ബദ്രിയെ കണ്ടപ്പോൾ മിയക്ക് ദേഷ്യം വന്നു. മിയ ദേഷ്യത്തോടെ ബദ്രിയോട് ചോദിച്ചു, ഞാൻ പറയുന്നത് നീ കേൾക്കുന്നില്ലേ? മിയയുടെ ശബ്ദം കേട്ടാണ് ബദ്രി പതുക്കെ തലയുയർത്തി അവളെ നോക്കിയത്. ബദ്രി അവളെ ഒട്ടും ശ്രദ്ധിക്കാതെ തന്നെ മറുപടി പറഞ്ഞു, ആ എന്താ പറഞ്ഞേ? അപ്പോൾ നീ ഇവിടെയൊന്നല്ലേ ബദ്രി? നമ്മൾ കുറേ നാളുകൾക്ക് ശേഷമല്ലേ ഇങ്ങനെ ഒരുമിച്ച് കൂടുന്നത്? നാളെ നമുക്കൊരു പാർട്ടി സംഘടിപ്പിച്ചാലോ എന്നാ ഞാൻ പറഞ്ഞു വരുന്നത്. നോക്കാം. വളരെ തണുപ്പൻ മട്ടിലുള്ള ബദ്രിയുടെ ആ പ്രതികരണം മിയ വല്ലാതെ അസ്വസ്ഥയാക്കി. അപ്പോഴാണ് മിയയുടെ ഫോൺ റിങ് ചെയ്തത്. അവൾ ഫോണും എടുത്ത് സംസാരിക്കാനായി അല്പം മാറി നിന്നു. അതേസമയം അവരുടെ കോളേജ് കാലത്ത് ഒപ്പം പഠിച്ചിരുന്ന പഴയ സുഹൃത്ത് അരുൺ അങ്ങോട്ടേക്ക് നടന്നു വന്നു. അരുൺ സന്തോഷത്തോടെ ബദ്രിക്കരികിലേക്ക് വന്ന് സംസാരിക്കാൻ തുടങ്ങി. ഹായ് ബദ്രി, എന്തൊക്കെയുണ്ടടാ വിശേഷങ്ങൾ? കല്യാണമൊക്കെ കഴിഞ്ഞു അല്ലേ? അതേടാ, പെട്ടെന്നായിരുന്നു. അവർ വിശേഷങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ മാറി നിന്ന് ഫോൺ ചെയ്യുന്ന മിയയെ നോക്കിക്കൊണ്ട് അരുൺ പെട്ടെന്ന് ചോദിച്ചു, അല്ല ബദ്രി, ഇപ്പം നിങ്ങളോടൊപ്പം സംസാരിച്ചിരുന്ന ആ പെൺകുട്ടി അത് മിയയല്ലേ? ആ അതെ, നിനക്ക് അവളെ അറിയാമോ? അരുൺ പരിഹാസത്തോടെ പറഞ്ഞു. അറിയോന്നോ? അവളെ അറിയാത്തവരായി ആരാ ഉള്ളത് ബദ്രി ഇവിടെ? അരുണിൻ്റെ ആ മറുപടി കേട്ടതും ബദ്രിക്കും അജുവിനും ഒന്നും മനസ്സിലായില്ല. ഇരുവരും സംശയത്തോടെ പരസ്പരം നോക്കി. അജു അപാകതയോടെ ചോദിച്ചു, അതെന്താടാ അരുണെ നീ അങ്ങനെ പറയുന്നത്? അരുൺ ശബ്ദം താഴ്ത്തി ഗൗരവത്തോടെ അവരോട് പറഞ്ഞു, അവൾ നിങ്ങൾ വിചാരിക്കുന്ന ആളെ അല്ലടാ. മാന്യമായി കുടുംബജീവിതം നടത്തുന്ന നമ്മളെപ്പോലുള്ളവരോടൊപ്പം കൂടെ നിർത്താൻ പോലും കൊള്ളാത്തൊരുവളാണവൾ. അവളുടെ ഒപ്പം എപ്പോഴും അലക്സ് എന്ന് പറയുന്ന ഒരുവനുമുണ്ട്. അവൻ പറയുന്നത് എന്താണോ ആ രീതിയിലെ അവൾ നീങ്ങും. അരുൺ അല്പം കൂടി ബദ്രിയുടെ അടുത്തേക്ക് നീങ്ങിയിരുന്ന് മുന്നറിയിപ്പ് എന്നോണം പറഞ്ഞു, അവൾ ഇപ്പോൾ നിങ്ങളോടൊപ്പം കൂട്ടുകൂടിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാ. നിങ്ങളിൽ ഒരാളെ അവൾ മനസ്സിൽ ലക്ഷ്യം വെച്ചിട്ടുണ്ടാകും, തീർച്ച. അരുൺ ആ വലിയ സത്യത്തിൻ്റെ ചുരുളഴിച്ചുകൊണ്ട് കാര്യങ്ങൾ പറഞ്ഞു നിർത്തിയതും അജുവിൻ്റെ ഫോൺ പെട്ടെന്ന് ഉറക്കെ റിങ് ചെയ്യാൻ തുടങ്ങി. അജു ഫോണുമായി അല്പം മാറി നിന്നു. അവരുടെ കമ്പനിയിൽ ജോലി ചെയ്യുന്ന IT വിഭാഗത്തിലെ പ്രധാന ജീവനക്കാരനായിരുന്നു അത്. ഫോൺ ചെവിയിൽ വെച്ചതും അപ്പുറത്തു നിന്നും ആ ജീവനക്കാരൻ്റെ ശബ്ദം കേട്ടു. സർ ആവശ്യപ്പെട്ട പോലെ കോൾ ഡീറ്റെയിൽസ് എല്ലാം എനിക്ക് ലഭിച്ചിട്ടുണ്ട്. സംഭവം ശരിയാണ് സർ. ആ ക്ലയൻറ്റിന് കോൾ പോയിരിക്കുന്നത് നമ്മുടെ ഓഫീസിലെ ലാൻഡ് ലൈൻ നമ്പറിൽ നിന്ന് തന്നെയാണ്. അജു ഉത്കണ്ഠയോടെ വീണ്ടും ചോദിച്ചു, ഏത് സമയത്താ കോൾ പോയത്? അന്ന് ഓഫീസിൽ ആരൊക്കെ ഉണ്ടായിരുന്നു? വൈകുന്നേരം കൃത്യം 6 മണിക്കാണ് സർ ആ കോൾ പോയിരിക്കുന്നത്. അന്ന് സമയത്ത് ഓഫീസിൽ 2 ലേഡി സ്റ്റാഫുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒന്ന് അരുണിമ, പിന്നെ മിയ മേഡവും. ഇതിൽ ആരാണ് കോൾ ചെയ്തതെന്ന് മാത്രം ട്രാക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല സർ. ഓക്കെ ശരി. കോൾ കട്ട് ചെയ്തതും അജുവിൻ്റെ മനസ്സ് വേഗത്തിൽ ചലിക്കാൻ തുടങ്ങി. അരുണിമ വർഷങ്ങളായി കമ്പനിയോട് തികഞ്ഞ വിശ്വസ്തത പുലർത്തുന്ന കുട്ടിയാണ്. അപ്പോൾ പിന്നെ ഇത് മിയ തന്നെ. തൊട്ടു മുമ്പ് അരുൺ പറഞ്ഞ വാക്കുകൾ അജുവിൻ്റെ ഉള്ളിൽ മുഴങ്ങി. നിങ്ങളിൽ ഒരാളെ അവൾ ലക്ഷ്യം വെച്ചിട്ടുണ്ടാവും. മിയയുടെ കണ്ണുകൾ ബദ്രിയിലാണെന്നും അവനെ സ്വന്തമാക്കാൻ വേണ്ടിയാണ് അവൾ ഈ കമ്പനിയെയും അജുവിനെയും അകറ്റി ബന്ധത്തെയും തകർക്കാൻ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത് അജുവിന് പൂർണ്ണമായി ബോധ്യപ്പെട്ടു. അന്ന് രാത്രി മുഴുവനും ബദ്രിയുടെയും അജുവിൻ്റെയും മനസ്സുകൾ വല്ലാതെ അസ്വസ്ഥരായിരുന്നു. അരുൺ പറഞ്ഞത് സത്യമാണോ? മിയ ശരിക്കും അത്രയ്ക്കും അപകടകാരിയായ പെൺകുട്ടിയാണോ എന്ന ചിന്ത അവരെ അലട്ടിക്കൊണ്ടിരുന്നു. പിറ്റേന്ന് രാവിലെ ചൂടുള്ള ഒരു കപ്പ് കോഫിയുമായി ബദ്രി നാട്ടിലേക്ക് ഭവാനി അമ്മയ്ക്ക് വീഡിയോ കോൾ ചെയ്തു. മകൻ്റെ കോൾ കണ്ടതും വലിയ ആവേശത്തോടെ ഭവാനി അമ്മ ആ ഫോൺ എടുത്തു. മോനെ, എന്തായടാ അവിടെ കാര്യങ്ങളൊക്കെ?
അതൊക്കെ ഇന്നലെ തന്നെ ശരിയാക്കി അമ്മേ, ഇനി പേടിക്കാനൊന്നുമില്ല, ഭവാനി അമ്മ നെടുവീർപ്പോടെ പറഞ്ഞു. ഇപ്പോഴാണ് എനിക്ക് സമാധാനമായത്. അമ്മയോട് സംസാരിക്കുന്നതിനിടയിലും ബദ്രിയുടെ കണ്ണുകൾ അച്ചുവിനെ കാണാനായി തുടിക്കുന്നുണ്ടായിരുന്നു. ബദ്രിയുടെ ഈ പരിഭ്രമവും തിടക്കവും മാറി നിന്ന് കാണുന്ന അജുവിൻ്റെ ചുണ്ടിൽ ഒരു കുറുമ്പുള്ള പുഞ്ചിരി വിരിഞ്ഞു. കുറച്ചു നേരം സംസാരിച്ച ശേഷം ഭവാനി അമ്മ അച്ചുവിനെ അങ്ങോട്ട് വിളിച്ചു. അച്ചു വരുന്നുണ്ടെന്നറിഞ്ഞതും ബദ്രിയുടെ ഉള്ളിൽ അതിരില്ലാത്ത സന്തോഷവും താനെ തെളിഞ്ഞു വന്നു. അജു ഇത് കണ്ട് അന്തം വിട്ടുപോയി. അജു മനസ്സിൽ വിചാരിച്ചു, എടാ കള്ളാ, നീ അവളെ കാണാനാണല്ലേ ഈ തിടുക്കം കാണിക്കുന്നത്? നിനക്കുള്ള പണി ഞാൻ തരുന്നുണ്ട് മോനെ, ഒന്ന് പുഞ്ചിരിച്ചു കൊണ്ട് പറഞ്ഞു. അച്ചു ഓടി വന്ന അമ്മയുടെ അരികിൽ നിന്നു. ഫോൺ സ്ക്രീനിൽ പരസ്പരം കണ്ടതും ഇരുവർക്കും ഇടയിൽ മൗനം മാത്രം ബാക്കിയായി. അച്ചു ബദ്രിക്ക് മനോഹരമായി ഒന്ന് പുഞ്ചിരിച്ചു കൊടുത്തു. അവൻ തിരിച്ചും പുഞ്ചിരിച്ചു. പക്ഷെ രണ്ടുപേരും ഒരക്ഷരം പോലും സംസാരിച്ചില്ല. ഇത് കണ്ട അജുവിന് ചിരി അടക്കാൻ കഴിഞ്ഞില്ല. അജു സ്വയം പറഞ്ഞു, ഈ പൊട്ടന് സംസാരിക്കാനും അറിയില്ലേ പടച്ചോനെ, ഇതെന്തൊരു സാധനം, ഇവന് മസിൽ പിടിക്കാൻ മാത്രമേ അറിയൂ. അജു പതുക്കെ ബദ്രിയുടെ അരികിൽ ചെന്ന് ഒരു കളിയാക്കലോടെ പറഞ്ഞു. കണ്ണും നോക്കിയിരുന്നത് മതി രണ്ടുപേരും. പഴയ ഏതോ അവാർഡ് സിനിമയെ പോലെ ഇരിക്കാതെ വല്ലതും വായ തുറന്ന് സംസാരിച്ചൂടെ രണ്ടുപേർക്കും? അജു ഇടയിൽ കയറി. ബദ്രിയുടെ കയ്യിൽ നിന്നും ആ ഫോൺ വാങ്ങി അവർ തമ്മിൽ മനോഹരമായി സംസാരിക്കാൻ തുടങ്ങി. അച്ചുവിൻ്റെ ആ സന്തോഷമുള്ള ശബ്ദവും ചിരിയും കേട്ട് ബദ്രിയുടെ മനസ്സ് നിറഞ്ഞ് പ്രണയത്തോടെ അവളെ തന്നെ നോക്കിയിരുന്നു. ബദ്രി ഫോണിൽ ബിസിനസ് കാര്യങ്ങൾ നോക്കാൻ തുടങ്ങിയതും അജു വേഗം ഒരു വശത്തേക്ക് മാറി ഭാര്യ ഷഹാനയെ വിളിച്ചു. അജു രഹസ്യമായി സന്തോഷത്തോടെ പറഞ്ഞു, ഡേ, ഞാനൊരു ഗുഡ് ന്യൂസ് പറയാനാണ് വിളിച്ചേ. നമ്മുടെ ബദ്രിയുടെ മനസ്സ് മാറി തുടങ്ങിയിരിക്കുന്നു. ഷഹാന ആ സന്തോഷം കേട്ട് കണ്ണുകൾ വിടർത്തി ചോദിച്ചു, ആണോ ഇക്ക, സത്യമാണോ? പെട്ടെന്ന് ഷഹാന കാര്യമായി ആലോചിച്ച് ഗൗരവത്തോടെ പറഞ്ഞു, എന്നാൽ പിന്നെ അവരെങ്ങനെ അകറ്റി നിർത്താതിരിക്കുന്നതാ ഇക്ക ഏറ്റവും നല്ലത്. അച്ചുവിനെ കൂടി അങ്ങോട്ട് കൊണ്ടുവരാൻ നോക്ക്. അവൾ അവിടെ ബദ്രിയുടെ കൂടെയുള്ളതാ രണ്ടുപേർക്കും നല്ലത്. അച്ചു വരുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത് എന്ന് ഷഹാന പറഞ്ഞതിൽ വലിയൊരു കാര്യമുണ്ടെന്ന് അജുവിനും തോന്നി. ഷഹാന ആവേശത്തോടെ വീണ്ടും പറഞ്ഞു, എന്നാൽ പിന്നെ നമുക്ക് ഒരു വൻ സർപ്രൈസ് കൊടുത്താലോ ബദ്രിക്ക്? ആ, നീ നാളെ ഫ്രീ ആണോടി? രാവിലെ ഫ്രീ അല്ല, ഉച്ചവരെ ക്ലാസ് ഉണ്ടിക്കാം. അജു ഉത്സാഹത്തോടെ പറഞ്ഞു. എന്നാൽ നീ ക്ലാസ് കഴിഞ്ഞ് നേരെ ഭവാനി അമ്മയെ കണ്ട് കാര്യങ്ങളൊക്കെ സെറ്റാക്ക്. നീയും അജുവും കൂടി അടുത്ത ഫ്ലൈറ്റിന് ഇങ്ങ് പോരെ, ഓക്കെ? ഷഹാന സന്തോഷത്തോടെ പറഞ്ഞു. ഓക്കെ അക്ക, ലവ് യു. അജു ഒരു കൊഞ്ചലോടെ പറഞ്ഞു. ഓ, എന്നെ അങ്ങ് സുഖിപ്പിക്കല്ലേ. ഷഹാന ചിരിച്ചുകൊണ്ട് ഫോൺ വെച്ചു. ബദ്രി പോലും അറിയാതെ അച്ചുവിനെ ലണ്ടനിലേക്ക് എത്തിക്കാനുള്ള ആ വലിയ സർപ്രൈസ് പ്ലാൻ അങ്ങനെ അവിടെ തയ്യാറാവുകയായിരുന്നു.